ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിൻ്റെ നമുക്ക് ഒരു 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. ഇന്നു മുതൽ നമ്മൾ ആ ഷോ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. സുഹൃത്തിന്റെ ഓർമ്മ കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ്. ശങ്കരചരകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഹരിതം ബുക്സ് ആണ് റിലീസ് ചെയ്യുന്നത്. പ്രകാശനം ചെയ്യുന്നത് എഴുത്തുകാരിയായ ഇന്ദുലയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരിയുടെ മകൻ തന്നെയാണ്. നല്ല ഓർമ്മകൾ നൽകി വെച്ചിരിക്കുന്ന ഒന്നാണ് പൊതുവെ ഓർമ്മ കുറിപ്പുകൾ. പക്ഷെ അനുഭവ കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് പൊരുതുന്ന അനുഭവങ്ങളായി ഇല്ലാതുകൊണ്ട് പലതരത്തിൽ ജീവിതത്തിൽ നമുക്കൊക്കെ അത്ര സുന്ദരമായ ഒരു കാലം നമുക്ക് സമ്മാനിച്ചിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ നമ്മളെയൊക്കെ പൊള്ളിക്കുന്ന നിരവധി ഓർമ്മകളും ഇൻസിഡന്റുകളും നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ അതിനൊക്കെ മറികടക്കാറുണ്ട്. അത്തരം അവസരങ്ങളെ അവസ്ഥകളെ മറികടക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കളിയിൽ നമ്മളൊക്കെ കളിച്ച കുട്ടിക്കാലങ്ങളിൽ കളിച്ച നൊസ്റ്റാൾജിയ വിഭാവൃതം മുറ്റിനിൽക്കുന്ന കളികൾ. തുമ്പപ്പൂ എന്നൊക്കെ പറഞ്ഞിരുന്നത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. തുമ്പപ്പൂ, ആ തുമ്പപ്പൂ ഇവര് അർത്തെടുത്തത്, അങ്ങനെയൊക്കെയുള്ള നിരവധി കഥകൾ. ആ കഥകളിലൊക്കെ പള്ളിയും മാത്രമല്ല അമ്പലങ്ങളും അമ്പലത്തിലെ ഉത്സവങ്ങളും കടന്നു വരുന്നു എന്നുള്ളതാണ് സുഹൃയുടെ പുസ്തകം 100% ഒരു സെക്യുലർ മതേതര സ്വഭാവമുള്ള പുസ്തകമായി മാറുന്നത്. അത് നമുക്ക് കണ്ടാലും അറിയാം. സൂര്യ അതിലൂടെ കടന്നു പോകും. സൂര്യക്ക് എത്രത്തോളം അത്തരം ഒരു മനസ്സ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അത് ഇത്തരം ഒരു ജീവിതം ജീവിച്ച ആർക്കും എന്താണ് മാനവികത, എന്താണ് മനുഷ്യൻ, എന്താണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിയും എന്നുള്ളത് സ്വാഭാവികമാണ്. പുസ്തകം നാം വായിക്കട്ടെ. അനുഭവങ്ങളാണ് ശലഭം ചെയ്യുന്നത്. പക്ഷെ അത് ശലഭം നല്ല മനോഹരമായി തോന്നും. പക്ഷെ ഒരിക്കലും അതൊരു മനോഹരമായതല്ലാണ്. ഞാൻ സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. പുസ്തകത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലായിട്ട് സാർ പറഞ്ഞപ്പോഴും അറിയാനിരുന്നു. അപ്പോൾ ഇത് വായനക്കാര് വായിച്ചിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് അതിന് ഓരോരാളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് ആ വായനയിലൂടെ നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ശരീരത്തിനെ പോലെ പോകാനാവും. അതുപോലെയാണ് സൂര്യയുടെ അനുഭവങ്ങൾ ആ പേര്. അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങി വായിക്കണം. കാരണം എന്തെങ്കിലും ഒരു പരിസ്ഥിതിക്ക് ഈ പുസ്തകം സഹായമാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കുറച്ച് സമയം മാത്രമേ അവർ പക്ഷെ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് നമുക്കൊരു വലിയ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. അങ്ങനെ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി വാങ്ങുന്നു. അതുപോലെ ഹരിത പബ്ലിക്കേഷനെ കുറിച്ച് ഇത് നല്ലൊരു പറയാനുള്ളത് പുതിയ എഴുത്തുകാർ വളരെ നന്നായിട്ട് മുന്നോട്ട് കണ്ടുപോലെ ഹരിത പബ്ലിക്കേഷൻ ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്നത് സപ്പോർട്ട് കിട്ടുന്നത്. ഹരിത പബ്ലിക്കേഷനിലുള്ള ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പോകുന്നത് നാം പലപ്പോഴും മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ ഹരിത പബ്ലിക്കേഷനൊക്കെ ഉണ്ടാവുന്ന സമയം എഴുതിന്റെ ലോകത്തിൽ ആദ്യ പുസ്തകാവശ്യമായുള്ളത് ഇതിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനാവും. എഴുതണം. എല്ലാ അന്മാരും ഹരിതത്തിനും സുഖസാധനം സുഖത്തും കുടുംബത്തിനും ഇവിടെ എല്ലാവർക്കും സന്ദേശിക്കുന്നത്.
എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് ഹാപ്പിയാണ് ഞാനുണ്ട് വളരെ സന്തോഷിച്ചിരിക്കുന്നു. കുറെ എക്സ്പീരിയൻസ് നാട്ടിൽ കുറെ എക്സ്പീരിയൻസ് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ വായിക്കാവുന്ന എനിക്കിത് എന്തൊക്കെ ഉണ്ടായിട്ടാണ്. സോ എല്ലാവരും അപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും സുഹൃത്തിനെ എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാം. സുഹൃത്തയുടെ ജീവിതകഥകൾ എനിക്ക് മനഃപ്പാടമാണ്. അപ്പൊ എന്താ പറയാ, ചിറക് കരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എല്ലാം കത്തി കരിഞ്ഞമർന്ന് നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് യൗവനകാലത്തിന്റെ ദുഃഖങ്ങളിലൂടെയും വിഷമങ്ങളെയെല്ലാം മറികടന്ന് ഈ രണ്ടാം പകുതിയിലെ ജീവിതത്തിന്റെ പകുതിയിൽ സുഹൃത്ത് എത്തി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു നിഷ്പക്ഷയെ പോലെ എത്തിയെഴുന്നേറ്റ് നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെ ഒന്നും മറക്കാതെ ഒരു പുസ്തകത്തിൽ പകർത്തി വെച്ച് മറ്റുള്ളവർക്ക് വായിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു മാതൃകയാക്കാൻ സുഹൃത്ത് കാണിച്ച പോലുള്ള ഒരു ധൈര്യം ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു ധൈര്യത്തെ എല്ലാവരിലേക്കും പകർന്നെത്തിക്കാൻ സുഹൃത്തെ കാണിച്ച ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും, പുസ്തകത്തിനും സുഹൃത്തിനും എല്ലാവിധ ആശംസകളും. സുഹൃത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഒരുവിധം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ അക്ഷര ലോകത്തേക്ക് കൊണ്ടുവന്ന പ്രതാപൻ സാറിനാണ് ഞാൻ ആദ്യം ആശംസ അറിയിക്കുന്നത്. കാരണം ചേർത്ത് നിൽക്കുക എന്നതിന്റെ ആഴം മനസ്സിലാക്കി തരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ സാറിന് ആദ്യം ആശംസ അറിയിക്കുന്നു. അതുപോലെ വിദ്യയുടെ ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, വായിക്കണം, ഇനിയും ഒരുപാട് എഴുതണം. എല്ലാവിധ ആശംസകളും. തോന്നുന്നു നമ്മളെ പോലെ തന്നെ വിദ്യയുടെ ആ ഓർമ്മക്കുറിപ്പ് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. അത് വായിക്കുന്നതിന് ഞങ്ങൾക്ക് തോന്നിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരാളെ മനസ്സിലും അതിന്റെ ഭാവനകൾ, അതായത് നോസ്റ്റോളജിയാണ് കൂടുതലായിട്ട് അത് പ്രതിപാദിച്ചിട്ടുള്ളത്. ആ ഒരു ചിത്രം, പ്രണയം, അതിന് ജസ്റ്റ് ആ മാധ്യമം കണ്ടു പ്രണയത്തെ കുറിച്ച്, മൂകമായിട്ടുള്ള പ്രണയത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ ബാല്യകാലം, അങ്ങനെ ഓരോരാളും അത് വായിക്കുമ്പോൾ അതിന്റെ ആ ഭാവനകൾ ഞങ്ങൾ മനസ്സിലെ ചെറുകുകൾ വളർത്തുന്നുണ്ട്. ഇതോടെ ഈ പുസ്തകം എല്ലാവരും വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചു. സ്വയം പര്യാപ്തമായ സ്വന്തം മക്കളെ നോക്കി മുന്നോട്ട് വന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ്. ഇന്ന് നമുക്കറിയാം എത്രത്തോളം പ്രയാസം നമുക്കൊക്കെ മുന്നോട്ട് വരുന്നതിലുണ്ട്. അപ്പൊ ആ കാലത്ത് അത്രയും താണ്ടി വന്ന എത്തയുടെ ജീവിതം ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് പ്രചോദനമാണ്. എൻ്റെ ഉമ്മയാണെന്ന് എനിക്ക് മുന്നിൽ തെളിയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള വലിയ പ്രചോദനമാണ്. അതിന് എൻ്റെ പബ്ലിക്കേഷൻസിനും ഇത്തയ്ക്കും നന്ദി പറയുന്നു. ഒരു സ്ത്രീയുടെ കരുത്ത് എന്ന് പറയുന്നത് നമുക്ക് മുമ്പില് എനിക്ക് വളരെ പ്രൗഢോടുകൂടി ഞാൻ കണ്ട ഒരു സ്ത്രീയാണ് സുഹറ. സുഹറ ഈ പറഞ്ഞ പോലെ തനിച്ച് ഇങ്ങനെ പോരാടി വിജയിച്ച് എപ്പോഴും പ്ലസന്റ് ചിരിച്ചുകൊണ്ട് എപ്പോഴും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഈ സ്ത്രീയുടെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ ബഹളം വെച്ച് ചിരിച്ച് സംസാരിക്കാനൊക്കെ. അപ്പൊ അത് എന്നെ വളരെ എപ്പോഴും ആ സൗഹൃദം എത്രയോ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 20 വർഷങ്ങളായിട്ട് ആ ബന്ധമുണ്ട്. അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ കുറെ കാരണമായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ഇവിടെ വരുമ്പോ കഥാപാത്രം അറിയില്ല, പ്ലസ് വരുമ്പോ അറിയും. പിന്നെ ഫ്രണ്ട്സൊക്കെ പറയാം എന്റെ അടുത്ത വേണക്കാന്ന് എപ്പോഴും പറയും. പക്ഷെ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾക്ക് കൊടുത്തത്. ഇത് മേലെ ചൈനാസിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം കുറെ ലേറ്റായി. ഇതൊരു തുടക്കമാവട്ടെ, ഇനി ഒരുപാട് എഴുതാനുള്ള പ്രചോദനം കൂടിയാണ്. പിന്നെ എന്റെ എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന റഷീദ് പാലക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറും കഥാകൃത്തും ഒക്കെ നിങ്ങൾ വളരെ അഭിനന്ദിച്ചിട്ടാണ്. കൗതാരിക്ക് കൂടെ വളരെ നന്ദിയായിട്ട് രേഖപ്പെടുത്തുന്നു. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma.